നേരത്തെ അംസമദിന് പ്രസംഗിച്ചതില് ജിന്നുകളോട് പ്രാർത്ഥിച്ചിരുന്ന കുറച്ച് മനുഷ്യന്മാർ ജിന്നുകൾ മുസ്ലിം ആയപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഫൈസൽ മുസ്ലിയാർ സംസാരിച്ചപ്പോൾ ജിന്നുകളും ഔലിയാക്കളും അമ്പിയാക്കളും ആരും കേൾക്കുകയില്ല എന്നും പറഞ്ഞിരുന്നു. അതൊരു വിരോധാഭാസം അല്ല എന്നുള്ളൊരു, അതായത് മറ്റവർ കേട്ടത് കൊണ്ടാണല്ലോ അവർക്ക് ദുഃഖമുണ്ടാവുന്നത്. നേരെ മറിച്ച് കേൾക്കൂല എന്നുള്ള ആയത്തിൽ വിശദീകരിച്ചപ്പോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിരുന്നു ജിന്നായാലും ഔലിയായാലും അമ്പിയാക്കളായാലും ആരും കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം തരില്ല. രണ്ടാളും പറഞ്ഞത് രണ്ടല്ല. ജിന്നുകളോട് പ്രാർത്ഥിച്ചിരുന്നവരുണ്ടായിരുന്നു, ഇപ്പോഴും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. പിശാചുക്കൾ ജിന്നിന്റെ ഒരു ഇത് തന്നെയാണല്ലോ. ഇപ്പോഴും പിശാചുക്കളെ ആരാധിക്കുകയും പിശാചുക്കളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ അവരുടെ അനുയായികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്യും. എന്തിനു വേണ്ടി? എന്നും അവരെ ആ ഷിർക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി. അപ്പോ പ്രാർത്ഥിക്കും, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, അവരത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അപ്പം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ കേൾക്കുന്നു, മരിച്ചുപോയ ജിന്നുകൾ കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ പ്രാർത്ഥന കേൾക്കും, പക്ഷെ പാടുണ്ടോ? ഇല്ല. ഇതാണ്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ല എന്ന് പറഞ്ഞു. രണ്ടാളും പറഞ്ഞത് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജിന്നുകൾക്ക് നമ്മൾ സഹായിക്കാൻ പറ്റുമോ? തവസ്സുലും ഇസ്തിആസയാണ്. ആകെ ജിന്നിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും ഖുർആനിൽ തന്നെ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ജിന്നുകളും മനുഷ്യരും പറയുന്ന റബ്ബനസ്തംതഅ ബഅ്ളുനാ ബിബഅദ്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന് പറയുന്ന ഒരു രംഗം നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു കാര്യത്തെ